പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നിലാണോ, നിങ്ങളുടെ മക്കൾ ഒരു സ്റ്റെപ്പും ഒരു സ്ഥലത്തും പുറകോട്ട് പോകാൻ ദൈവം സമ്മതിക്കില്ല. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കോ, എന്തുകൊണ്ടാണ് നമ്മൾ ഓർക്കാം, നമ്മൾ ക്രിസ്ത്യാനികളാണ്, പാരമ്പര്യ ക്രിസ്ത്യാനികളാണ്, എല്ലാം ശരിയാണ്, നമുക്ക് വലിയ വീടുണ്ട്, ആളാം വീതം കാറുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഓർത്തോ, നമ്മുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന ഒരു ലോകത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. ഇതുപോലൊരു സൗഭാഗ്യത്തിലും സന്തോഷത്തിലൊക്കെ എത്ര നാൾ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് പോലും നമുക്കറിയത്തില്ല. കാരണം നമ്മളെ ഡയറക്റ്റായിട്ട് നമ്മളെ അടിക്കും, ഓടിച്ചിട്ട് തല്ലുന്ന സാഹചര്യങ്ങൾ വരെ നമ്മുടെ മുന്നിൽ ഒരു സാധാരണക്കാരന് വരെ, അരിയാഹാരം കഴിക്കുന്ന ഒരു സാധാരണക്കാർ വരെ കാണാൻ പറ്റും. നമുക്കൊന്നും ഒരു ശബ്ദവും ഇല്ല. ഒരു പഞ്ചായത്തിൽ പോലും ഒരു സ്ഥലത്ത് നമ്മുടെ ശബ്ദത്തിന് വിലയില്ലാത്തൊരു ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ശബ്ദത്തിന് വിലയില്ലാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ പല കാര്യത്തിലും പുറകോട്ട് പോകുന്നത്? കുറെ നേഴ്സിംഗ് പഠിച്ചെന്ന് വിചാരിച്ചോ, കുറെ UK കാനഡയ്ക്ക് പോയെന്ന് വിചാരിച്ചൊന്നും നമ്മൾ വളരുമല്ല. നമ്മൾ ജീവിക്കുന്ന ഈ സ്ഥലത്ത് സത്യസന്ധമായി പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പുറകിലായിപ്പോയി, ഒരുപാട് പുറകിലാണ്, ഇനിയും പുറകിലായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതെങ്ങനെയാ ഒന്ന് നിയന്ത്രിക്കേണ്ടതെന്ന് സ്ഥാനത്തിരിക്കുന്നവരും ഉയർന്നവരും ഒക്കെ തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കും. എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കാരണം നമ്മൾ വിചാരിക്കുന്നേക്കാൾ പലതും കൈവിട്ടുപോയി. എന്നറിയോ കൈവിട്ടു പോയതിൻ്റെ ഒരു കാരണം, നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മുടെ ധ്യാനങ്ങളും ശുശ്രൂഷകളൊക്കെ കേവലം 1/4 മണിക്കൂർ കൊണ്ട് ഒരു വലിയൊരു പ്രോഗ്രാം പോലെ പൊട്ടിച്ചെതറി പുറത്തോട്ടിറങ്ങുമ്പോൾ ഒന്നുമില്ല, സാധാരണ പോലെ നമ്മൾ പോകുന്നേ. നമ്മളൊരു ധ്യാനം കൂടി, കൺവെൻഷൻ കൂടി, അഭിഷേകമാണ്, എനിക്ക് ഭയങ്കര ഫീലിംഗ് ഉണ്ടായി, അഭിഷേകം ഉണ്ടായി, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു എന്ന് പറഞ്ഞ് സാക്ഷ്യം പറയുന്ന നമ്മൾ ഒരു കാര്യവും സംഭവിക്കാത്ത പോലെയാ കാർ കയറി വീട്ടിൽ പോകുന്നത്. ഈ കുഞ്ഞൊരു റൗണ്ടിൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യം കേവലം ഒരു അനുഭവമാണെന്ന് പറയുന്നുള്ളൂ. പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് ഈ അനുഭവം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ഇനി നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ജീവിതത്തെ ഉയർത്തി ദൈവസന്നിധിയിൽ നിർത്താതെ കേവലം ഒരു പ്രാർത്ഥന മാത്രം പോരാ. നല്ല ബന്ധവും നല്ല കൂട്ടായ്മയും തമ്മിത്തല്ലും പാരവക്കും കുതികാല് വെട്ടുന്ന രീതിയും ഇല്ലാ കഥകൾ പറഞ്ഞു വരുത്തുന്നതും ഒക്കെ വളരെ കുറയ്ക്കണം. ഞാനടക്കം എന്നോടും കൂടിയാണ് പറയുന്നത്. ഞാനും ഇതിനകത്ത് തുല്യ പങ്കാളിയാണ്. ഞാൻ ഇതിനകത്ത് വെള്ള ഉടുപ്പിട്ട് നിൽക്കുന്നു എന്ന് വിചാരിച്ച് ഏറ്റവും നല്ല ഒരാളായിട്ടല്ല ഞാനിത് പറയുന്നത്. നിങ്ങളിൽ ഒരാളെക്കാൾ അല്പം കൂടെ താഴെ നിന്നുകൊണ്ട് പറയട്ടെ, നമ്മൾ തമ്മിലുള്ള സ്നേഹം കൂടേണ്ട ലോകത്താണ് ജീവിക്കുന്നത്. നമ്മൾ ഇന്ന് പോലും നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിലും ഓരോരുത്തരെയും മാറ്റി മാറ്റി നിർത്തും. അവൻ യാക്കോബറ്റുകാരനാണ്, അവൻ ലാറ്റിൻകാരനാണ്, അവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല, അവൻ മാർത്തോമാക്കാരനാണ്, അവൻ നല്ല ആർസിക്കാരനാണ്. നമ്മൾ ഈ ജാതിയും മതവും നമ്മൾ തമ്മിൽ വഴക്കും ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ വിലയും നിലയും സ്ഥാനമുണ്ട്. പക്ഷേ ഒരപ്പൻ്റെ മക്കളാണ് നമ്മൾ. എന്നൊക്കെ പറഞ്ഞാലും എല്ലാവരും ഒരപ്പൻ്റെ മക്കളാണ്. ഓരോ കുരിശിൻ്റെ കീഴിൽ നമ്മളെല്ലാം തുല്യരാണ്, ഒരുപോലെ നിൽക്കേണ്ടവരാണ്. പക്ഷെ നമ്മൾ നോക്കിക്കോ, ഒരു കാര്യത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നില്ല. ദൈവവചനം കേൾക്കുമ്പം നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഞാൻ ഒരു ഉദാഹരണം പറയും. എൻ്റെ ജീവിതത്തോട് നമ്മൾ ഒരാൾ രക്ഷപ്പെട്ടാൽ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ കൂടെ രക്ഷപ്പെടുത്താനുള്ള ഒരു മാനസിക അവസ്ഥ പോലും നമുക്കില്ല. അത് ഞാൻ കണ്ടിട്ടൊരു പ്രത്യേകതയാണ്. ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കാൻ വരുവാണ്, എനിക്ക് അമേരിക്കയിൽ പോകാൻ ഒരു ചാൻസ് വന്നിട്ടുണ്ട്, അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് ഒരു കാര്യം പറയും. നിങ്ങൾ രക്ഷപ്പെട്ടത് സത്യമാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു 2-3 പേരെയെങ്കിലും കൈപിടിച്ച് രക്ഷപ്പെടുത്തും എന്ന് ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുക്കാൻ പറയും. അത്രയും ചെയ്താൽ മതി. ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ ഒരു 3 പേരെയായാലും ഞാൻ രക്ഷപ്പെടുത്തും എൻ്റെ ജീവിതകാലത്ത്. അങ്ങനെ തീരുമാനിക്കുക. ദൈവം നിങ്ങളെ രക്ഷപ്പെടുത്തും, നിങ്ങളിലൂടെ കുറെ പേരെയും ദൈവം രക്ഷപ്പെടുത്തും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീട്ടിൽ തന്നെ എടുത്തു നോക്കിക്കേ. നമ്മുടെ വീട്ടിൽ തന്നെ 4 പേരുണ്ടെങ്കിലും 4 മുറി കിടക്കാനാണ് ഇഷ്ടം. 4 പേരുണ്ട് വീട്ടിൽ, വലിയ വീടാണ്. പക്ഷെ എല്ലാവരും 4 പേരും 4 ഫോണും അല്ലെ 8 ഫോണും, നമ്മളെല്ലാവരും അവരവരുടെ മുറിയിൽ ഒറ്റയ്ക്കാണ്. പണ്ടത്തെ പോലെ ഒരു കൂട്ടായ്മയോ ബന്ധമോ സ്നേഹമോ ഒരു പരസ്പരമുള്ള സപ്പോർട്ടോ ഒന്നുമില്ല. 4 വഴിക്കാണ്, 4 ദിക്കിലൂടെ പോവും. അതെല്ലാം മാറണം. പിന്നെ വേറൊരു കാര്യം പറയാം. നിങ്ങളുടെ വീട്ടിൽ ഒരുമിച്ചുള്ള ഒരു ദൈവാശ്രയമുള്ള ഒരു പ്രാർത്ഥന വേണം. അതിലൂടെ മാത്രമേ ഇതെല്ലാം ഒന്നിച്ചാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാൻ ഉപദേശിച്ച് ആരെയും നന്നാക്കാൻ പറ്റില്ല. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് പറയാം, നിങ്ങൾ 24 മണിക്കൂർ നിങ്ങളുടെ മക്കളെ ഉപദേശിച്ചാലും ഒരു സൂചിമൊനയുടെ അത്രയും പോലും നിങ്ങൾക്കാർക്കും അവരെ മാറ്റിയെടുക്കാൻ കഴിയില്ല. ഉപദേശത്തിനൊക്കെ പുല്ലുവിലയാണ്. പക്ഷെ അവരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ മനസ്സിൽ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച്, വേറൊരു ഓപ്ഷൻ ഇല്ല. യേശു പോലും പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം.
ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കെ എന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് നിൽക്കണം. അപ്പോഴാ ദൈവം മഹത്വപ്പെടുത്തുന്നത്. ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് പലതായിട്ട് നിൽക്കുമ്പോഴല്ല ദൈവം മഹത്വപ്പെടുത്തുന്നത്. ഒരുമിച്ചൊരു ധ്യാനത്തിൽ പങ്കെടുക്കുമ്പം, നമ്മളും പുറത്തിറങ്ങുമ്പോഴും നമ്മുടെ ഒരാൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ദൈവം മഹത്വപ്പെടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പറ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് നിൽക്കുകയും വേണം. ഒരാൾക്കൊരാവശ്യം വന്നാൽ നമ്മുടെ 10 പേരുടെ കൈ അവിടെ ഉണ്ടാകണം ആദ്യം. അപ്പോഴാണ് നമ്മുടെ ഈ ധ്യാനമൊക്കെ കേവലം ഒരു ധ്യാനം മാത്രമാകാതെ നമ്മുടെ ജീവിതവും തമ്മിൽ. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ആൾക്കാരാണെന്ന് ആരറിയും? ലോകം അറിയും. 250 ധ്യാന കേന്ദ്രം ഉയരുമ്പോഴോ 250 ചാപ്പലുകൾ വരുമ്പോഴോ ഒന്നുമല്ല നിങ്ങൾ ഞാനാ ദൈവം, എൻ്റെ മക്കളാണ് നിങ്ങളെന്ന് ലോകം അറിയുന്നത്. നിങ്ങൾക്ക് പരസ്പര സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ശിഷ്യന്മാരാണ് നിങ്ങളെന്ന് ലോകം അറിയും. നമ്മൾ ലോകത്തെ അറിയിക്കാൻ പല കാര്യങ്ങളാണ് ഇന്ന് ചെയ്യുന്നത്. യേശു പറഞ്ഞത് കൺവെൻഷൻ അല്ല, യേശു പറഞ്ഞത് മെഗാ വലിയ ഇന്റർനാഷണൽ പ്രോഗ്രാം ഒന്നുമല്ല, വേണ്ടെന്നല്ല. നിങ്ങൾക്ക് പരസ്പര സ്നേഹം ഉണ്ടെങ്കിൽ. ഇന്ന് ലോകം കാണുന്ന എന്നാണെന്നറിയോ? നമുക്ക് പരസ്പര സ്നേഹം ഇല്ലാത്ത അവസ്ഥയാണ്. നമ്മുടെ വീട്ടിൽ പോലും നമ്മൾ തമ്മിത്തല്ലാണെന്ന് നമ്മുടെ അയൽവാസികൾക്കെല്ലാം അറിയാം. പരസ്പര സ്നേഹം വേണം. കുറവുണ്ടാകും, കൂടുതലുണ്ടാകും, പ്രശ്നമുണ്ടാകും, പറഞ്ഞു തീർക്കണം. യേശുവിൻ്റെ സ്നേഹത്തിൽ ഒരുമിച്ച് നിൽക്കുമ്പം ഈ ധ്യാനം നമുക്കൊരനുഭവമാവും, നമ്മുടെ പ്രാക്ടിക്കൽ ജീവിതത്തിന് ഒരു അനുഗ്രഹവുമായി മാറിയിരിക്കും. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി എന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് ഉദാഹരണം പറയാം. നമ്മുടെ തന്നെ ക്രിസ്ത്യാനിയായ ഒരു കുടുംബം, നല്ല സാമ്പത്തികമുള്ള കുടുംബമാണ്. 2 മക്കളെ ഉള്ളൂ. 2 മക്കളും ബാംഗ്ലൂരാണ്. അവർ 2 പേരും കല്യാണം കഴിച്ചിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. നല്ല സാമ്പത്തികമുള്ള വീടാണ്. അവിടെ ആ വീട്ടിൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട് തന്നെ ഒരു ചേച്ചി വീട്ടുപണിക്ക് നിൽക്കുകയാണ്. വീട്ടുപണിക്ക് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കണം, മുറ്റത്ത് ചെടി നനയ്ക്കണം, ചെറിയ ചെറിയ പരിപാടികളേ ഉള്ളൂ. അപ്പോൾ ആ അമ്മച്ചി ഒരു ദിവസം ഈ വീട്ടുപണി എടുക്കുന്ന ആ ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ആ മക്കളെ കെട്ടിയവരും ഒക്കെ എന്തോ ഒരു സ്നേഹവും കൂട്ടായ്മയാണ്, അതിൻ്റെ ഒരു സീക്രട്ട് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. സീക്രട്ട്, രഹസ്യം എന്നാന്ന് മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജോലി ചെയ്യുന്ന ചേച്ചി പറയാണ്, ആ വീട്ടിലെ ചേച്ചി പറയും, എടി നാളെ എൻ്റെ ബാംഗ്ലൂരുള്ള മകനും മകൻ്റെ ഭാര്യയും പിള്ളേരും കൂടെ വരും, നമുക്ക് ഇച്ചിരി ഭക്ഷണം ഉണ്ടാക്കണം. ഇനി ഭക്ഷണം ഉണ്ടാക്കുന്ന ഈ അമ്മച്ചി കാണുന്നത് കുറേ മട്ടനും ചിക്കനും ബീഫും മേടിച്ചൊരു കറിയും ഒരു ആഘോഷമല്ല. അവർ ബാംഗ്ലൂരിൽ നിന്ന് സ്വന്തം കാറിലാണ് വരുന്നത്. അവർ വരുന്ന പാടെ അവരുടെ ലഗേജ് എടുത്തു വച്ചതിന് ശേഷം അവരാദ്യം കയറുന്നത് വീടിൻ്റെ തിണ്ണയോട് ചേർന്ന് കിടക്കുന്ന പ്രാർത്ഥനാ മുറിയിലേക്കാണ്. ബാംഗ്ലൂരിൽ നിന്ന് ദീർഘദൂരം വണ്ടി ഓടിച്ചു വന്ന് അവരുടെ ലഗേജ് വണ്ടിയെ എടുത്തിട്ട് അവർ കയറുന്നത് പ്രാർത്ഥനാ മുറിയിലാണ്. പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പിന്നെ അവർ സംസാരിച്ച് മിണ്ടുന്നതെല്ലാം. ഇനി പോകുമ്പം ഒരാഴ്ച നിന്നിട്ട് അവർ പോകുമ്പം കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഇവിടുന്നുള്ള കപ്പയും ഒക്കെ മേടിച്ചുകൊണ്ട് കൊണ്ടുപോകും. പോകുന്നതിന് മുമ്പ് എല്ലാം തിണ്ണയിലെടുത്ത് വെച്ചിട്ട് ഇവരെ അമ്മയും അപ്പനും എല്ലാം ഈ പ്രാർത്ഥനാ മുറിയിൽ കയറും. കെട്ടി വന്ന പിള്ളേർ വരെ, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ഭയങ്കര ഒരു കൂട്ടായ്മ. ആ വീട്ടിലെ ജോലി ചെയ്യുന്ന സ്ത്രീ അവരുടെ പണമോ കാറിൻ്റെ വലുപ്പമോ കണ്ടില്ല. അവർ കണ്ടത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ തന്നെ മറ്റൊരു കുടുംബത്തിൽ നമുക്ക് കണ്ടാൽ ചിലപ്പോൾ കോമഡി ആയിട്ട് തോന്നും. ആ വീട്ടിലെ അപ്പനും അയാളും അയാളുടെ ഭാര്യയും മക്കളും, മക്കളെ കെട്ടി ഓരോ മക്കളും. അപ്പോൾ വൈദികര് കുർബാന ചെല്ലുന്ന പോലെയാണ് ആ വീട്ടിലെ അപ്പൻ. അയാൾക്ക് ബിസിനസ്സാണ്, അത് പൈപ്പും ടാപ്പൊക്കെ വിൽക്കുന്ന ഹാർഡ്വെയറിൻ്റെ ഷോപ്പാണ്. നല്ല സാമ്പത്തികമുള്ള ആളാണ്. അദ്ദേഹം വീട്ടിൽ വൈദികർ കുർബാനയ്ക്ക് നിൽക്കുന്ന പോലെയാണ്. എല്ലാവരും നിർത്തിയിട്ട് അയാൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അയാൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ എല്ലാ കടകളും അടച്ച് മക്കളെല്ലാം കറക്റ്റ് സമയത്തെത്തും. എന്നിട്ട് ഈ അപ്പൻ ഈ മക്കളുടെയും മരുമക്കളുടെയും തലേ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചിലപ്പോൾ ദേഷ്യപ്പെടും, പക്ഷെ അത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് രമ്യതയിലാകും. നിങ്ങളോടൊരു കാര്യം പറയാം, എത്ര ഉയർന്നവരോ എത്ര പഠിപ്പുള്ളവരോ ആയിക്കൊള്ളട്ടെ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരു മനസ്സോടെ നിലകൊള്ളും. അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ 2 പറഞ്ഞ് വഴക്കുണ്ടായെന്നിരിക്കും, ചിലപ്പോൾ ഒരു അടി കൊടുത്തെന്നിരിക്കും. പക്ഷെ അതൊക്കെ പെട്ടെന്ന് തീരും. നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കണമോ? ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർത്ത് നോക്കിയാൽ, നമ്മുടെ ക്രിസ്ത്യൻസായ ഒരുപാട് പെൺകുട്ടികൾ ഇന്ന് മുസ്ലിം ആയിപ്പോയി. ജാതി പറയുകയോ വർഗീയത പറയുകയോ ഒന്നുമല്ല. നിങ്ങളാരും മക്കളെ വളർത്തുന്നത് നാളെ ഒരു സമയത്ത് അവരെ തട്ടവിട്ട് മുസ്ലിം പള്ളി അല്ല മുസ്ലിമായി കാണണമെന്ന് ആഗ്രഹമുള്ള ആരും ഇവിടെ ഇരിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. നാളെ ഒരു സമയത്ത് നിങ്ങളുടെ മക്കൾ അമ്പലത്തിൽ കയറി ഇറങ്ങുന്ന ഒരു അവസ്ഥയിൽ കാണണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ല.
അതിനുവേണ്ടിയല്ല നിങ്ങൾ ഈ അധ്വാനിക്കുന്നതും ഒന്നും. നിങ്ങളുടെ മക്കൾ യേശുവിലായിരിക്കുന്നത് കാണാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. നല്ലൊരു ജീവിതമില്ലാതെ എന്തേരെ പണം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. പക്ഷേ നമ്മൾ അനേകം ആളുകൾ അറിയണം, ഒരുപാട് ക്രിസ്ത്യാനികളായ കുടുംബത്തിൽ നിന്ന്, വലിയ കുടുംബത്തിൽ നിന്നൊക്കെ കുട്ടികൾ മുസ്ലിമായി പോയി. അത് ദുഃഖമുള്ള, ഹൃദയത്തിൽ വേദനയുള്ള ഒരു കാര്യമാണ്. ഒരുപാട് പേര് അമ്പലത്തിൽ കയറി ഇറങ്ങുന്ന ഹൈന്ദവ മതത്തിലേക്ക് പോയി. നമ്മളൊക്കെ വലിയ പ്രാർത്ഥിക്കുന്നവരും ധ്യാനം കൂടുന്നവരൊക്കെ ആയിട്ടും എന്തുകൊണ്ട് ഈ തകർച്ച വരുന്നു? വേറെ ഒരു മതത്തിലും ഇതുപോലെ വരുന്നില്ലല്ലോ. ഇസ്ലാം മതത്തിൽ നിന്ന് എത്ര പേരാ ക്രിസ്ത്യൻസിലേക്ക് വന്നിട്ടുള്ളത്? ഒരു ലിസ്റ്റ് എടുക്ക്. വർഗീയതയോ ഒന്നും പറഞ്ഞു വരത്തുകയല്ല. നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ മക്കൾ യേശുവിൽ ജീവിക്കുന്നത് കാണാനാണ്. ഒരു കുടുംബത്തിലെ ഒരു ചേച്ചി ആ വീട്ടിലിടുന്ന ഡ്രസ്സുമായിട്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വന്ന്, അപ്പം ഞാൻ വിചാരിച്ചു ഇവരെവിടെയോ സഹായം ചോദിച്ചു വന്നാന്നാണ് വിചാരിച്ചത്. കയ്യിലൊരു ടച്ച് ഫോൺ അല്ലാത്തൊരു ഫോൺ. അപ്പോൾ ആ സ്ത്രീ ഭയങ്കരമായി വിഷമത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. ആ സ്ത്രീ പറയാൻ കാരണം, വയനാട്ടിൽ തേയില ഞുള്ളി ജീവിക്കുന്ന സ്ത്രീയാണ്. തേയില ഞുള്ളി എന്ന് പറഞ്ഞാൽ തേയില എടുക്കുന്ന ജോലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. ആ സ്ത്രീ അങ്ങനെ പണിയെടുത്തിട്ടും മകളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കി കോഴിക്കോട് ജോലിയായപ്പം, കോഴിക്കോട് ഒരു ദിവസം മകൾ വിളിച്ചു പറയുവാണ് ഈ കൂലിപ്പണി എടുക്കുന്ന അമ്മയോട്, അമ്മ ഞാൻ അങ്ങോട്ട് വരുവാണ്, എൻ്റെ കൂടെ 2 പേരുണ്ട്. അവിടുന്ന് വണ്ടി കയറി കുറച്ചും വരാൻ നേരത്തെ അവൾ വീണ്ടും വിളിക്കുവാണ്, അമ്മ എൻ്റെ കൂടെ 2 പേരുള്ളത്, 2 പേരും മുസ്ലിംസാണ്. അപ്പോൾ അമ്മ ചോദിച്ചു, എന്തിനാ മോളെ മുസ്ലിംസിനെ വീട്ടിൽ എന്തിനാ കൊണ്ട്, എന്താ കാര്യം? അതൊന്നും ഫോൺ കട്ട് ചെയ്തു. പിന്നെ വയനാട് ചുരം കയറി കഴിഞ്ഞാൽ അവൾ പറഞ്ഞ ഒരു കാര്യമാണ്, ഞങ്ങളുടെ വയനാട്ടിൽ ചുരം കയറി കഴിഞ്ഞിട്ട് ഇവൾ പറയുവാണ്, അമ്മ എൻ്റെ കൂടെയുള്ള മുസ്ലിം സഹോദരൻ അവർ വരുന്നത് എന്നെ പെണ്ണ് കാണാൻ വരുന്നതാണ്. അമ്മ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം, ചോറുണ്ടാക്കണം. അവൾ കൂട്ടിക്കൊണ്ട് വരുവാണ്, അവളെ കാണിക്കാൻ വേണ്ടി അവൾ കോഴിക്കോട് നിന്ന് മുസ്ലിമിനെയും കൂട്ടി വണ്ടിക്ക് വരികയാണ്. ആ അമ്മ അന്നേരം എടുത്തിറങ്ങിയിട്ട് വന്ന് പറഞ്ഞാണ്, എൻ്റെ മകൾക്ക് ക്യാൻസറാണ്, അവൾക്ക് 4ാമത്തെ സ്റ്റേജ്, അടുത്ത മാസം ജീവി മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞാലും ഇത്രയും ദുഃഖം ഉണ്ടാവില്ലായിരുന്നു. ഞാൻ അവളെ പഠിപ്പിച്ചത് വേറൊന്നും ആയില്ലേലും അവൾ യേശുവിൽ ജീവിക്കുന്നത് കാണാൻ, ദൈവത്തിൽ ജീവിക്കുന്ന ദൈവത്തെ മറന്ന്, അവർ മലങ്കരക്കാരാണ്, അവർ പറയണം തീക്കട്ട, അവർ വിശുദ്ധ കുർബാനയ്ക്ക് പറയാൻ തീക്കട്ട എന്ന് പറയും. അവൾ മറന്നിട്ട് പോയി, എനിക്ക് എൻ്റെ മകൾക്ക് ക്യാൻസർ വന്നെന്ന് നാളെ മരിച്ചു എന്ന് പറഞ്ഞാലും ഇത്രയൊന്നും ഞാൻ ദുഃഖിക്കില്ല, ഇത്രയും വെപ്രാളപ്പെടില്ല, അത് ദൈവഹിതമാണെന്ന് ഞാൻ വെക്കും. പക്ഷെ ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾക്കും പറയാൻ കാണും, നിങ്ങൾക്കും അറിയാം പലതും. ഇതെല്ലാം മാറണം. അതിന് വേറൊരു കാര്യം, മക്കൾ കൈവിട്ടു പോകുമ്പോഴല്ല മാതാപിതാക്കൾ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളുടെ മക്കൾ കണ്ണ് തുറക്കുമ്പോഴേ ചെറിയ പ്രായത്തിലെ കാണേണ്ടതായിരുന്നു നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവാശ്രയത്വവും. അതിനകത്തു വേണം ഇത് വളർത്താൻ, ഈ തലമുറയെ വളർത്താൻ. അല്ലെങ്കിൽ എത്ര കുപ്പിക്കകത്ത് അടച്ചു വച്ചാലും നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല. ഇനിയും മാതാപിതാക്കളാകാനുള്ളവരും ഒരുങ്ങുന്നവരും ഒക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾക്കുണ്ടാകുന്ന മക്കളെ യേശുവിൽ വളർത്തണമെങ്കിൽ നിങ്ങൾ റിസ്ക് എടുത്തേ പറ്റുള്ളൂ. കേവലം ഒരു പ്രാർത്ഥനയോ കേവലം ഒരു പ്രാർത്ഥനാ പുസ്തകമോ ഒന്നും മാത്രം കാര്യമാകില്ല. അതിന് നല്ല ഫോർമേഷൻ നിങ്ങളുടെ ജീവിതം കൊണ്ട് കൊടുത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നാളെ ഒരു സമയത്ത് തലവേദനയായി പോകും. ഇതൊരു വലിയൊരു കാര്യമാണ്. മക്കൾ തലവേദനയാവുക എന്ന് പറഞ്ഞാൽ, ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനടുത്തൂടെ പോകുന്ന ഒരപ്പൻ പണി കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പം പരീക്ഷയുള്ള മകൻ ഫോണുമായി ബസ് സ്റ്റോപ്പിൽ ഇരിക്കുവാണ്. അപ്പോൾ ആ അപ്പൻ ബസ് പോയപ്പോൾ ചോദിച്ചു, എടാ നിനക്ക് പരീക്ഷയില്ലേ? അതിഷ്ടപ്പെടാത്തതുകൊണ്ട് ഈ മകൻ എഴുന്നേറ്റ് വന്ന് പകല് റോട്ടിൽ വെച്ച് വൈകുന്നേര സമയത്ത് അപ്പനെ റോട്ടിലേക്ക് തള്ളി. അതവിടെ ഇരുന്ന പലരും കണ്ടപ്പം പെട്ടെന്ന് തല താഴ്ത്തി. ഇയാൾ തല താഴ്ത്തി അയാൾ ഇറങ്ങിപ്പോയി. കുറച്ച് നാൾ കഴിഞ്ഞ് ആ സ്ഥലത്തെ ഒരു പോലീസുകാർ പറയുവാണ്, അവന് കഞ്ചാവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്, അവനെ ഞങ്ങൾ നോട്ട് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു ദിവസം എനിക്ക് ഈ അപ്പനോട് ഒന്ന് പറയണം തോന്നി, നിങ്ങളുടെ മകനെ ശ്രദ്ധിക്കണമെന്ന് പറയണം തോന്നി. ഞാൻ പെർഫെക്റ്റ് ആയിട്ടല്ല, എന്നാലും നമ്മളൊരാൾ നന്നാകണം എന്ന ആഗ്രഹത്തോടെ പറഞ്ഞപ്പം ആ സഹോദരൻ എൻ്റെ കയ്യെ പിടിച്ചിട്ട് ഒരു മരത്തിൻ്റെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, അവൻ ചത്തുപോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് മാസം 1 കഴിഞ്ഞു എന്ന്. സ്വന്തം അപ്പം പറയുവാണ്, അവൻ മരിച്ചു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരപ്പനാണ് ഞാൻ. മക്കൾ അപ്പന് തലവേദനയായിപ്പം വേണ്ട, അയാൾ മകൻ മരിച്ചാൽ മതി എന്നാണ് അപ്പം പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയല്ല പറഞ്ഞത്, ഞാനും എൻ്റെ ഭാര്യയും പ്രാർത്ഥിക്കുക അവൻ മരിച്ചു പോടേന്ന്. എപ്പോഴാണ് ഒരു മാതാപിതാക്കൾ മക്കൾ മരിക്കാൻ പ്രാർത്ഥിക്കണമെങ്കിൽ അവൻ്റെ ഉഴപ്പ് എവിടം വരെ എത്തിയെന്ന് ചിന്തിച്ചോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറച്ചുകൂടെ ഉണർന്നെഴുന്നേൽക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം, പ്രാർത്ഥിക്കണം. എന്നാലേ ഒരു തലമുറയെ ഒരാൾ ബൈബിൾ പഠിച്ച ഒരാൾ പറഞ്ഞു,
3 തലമുറയെ മുന്നിൽ കണ്ടു വേണം ഇന്ന് ജീവിക്കാൻ. 3 തലമുറയെ മുന്നിൽ കണ്ട് ഇന്ന് ജീവിക്കണം. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലത്തെ ഒരു പ്രാർത്ഥന, ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത ശ്രദ്ധിച്ചു. പ്രാർത്ഥിക്കുന്നവനെ ദൈവം മുന്നിൽ കൊണ്ടുപോകുന്നു. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മക്കൾ പുറകിൽ പോകില്ല. നിങ്ങളുടെ മക്കൾ, അപ്പം നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ ജോലി കിട്ടുമോ? പ്രാർത്ഥിച്ചാൽ അമേരിക്കയിൽ പോവോ? പ്രാർത്ഥിച്ചാൽ നേഴ്സാവോ? പ്രാർത്ഥിച്ചാൽ എഞ്ചിനീയർ ആവോ? പ്രാർത്ഥിച്ചാൽ ഇതുവല്ലോ നടക്കുമോ? അതൊന്നും എനിക്കറിയില്ല. അവർക്ക് വിജയമുള്ള ദൈവാനുഗ്രഹമുള്ള ഒരു ജീവിതം ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. ആമേൻ. ഡോക്ടറാവോ, എഞ്ചിനീയർ ആവോ, IELTS പാസ്സാവോ, UK പോവോ, കാനഡയിൽ പോവോ, ഇതൊന്നും അല്ല മെയിൻ. നല്ലൊരു ജീവിതമില്ലാതെ ഏത് രാജ്യത്ത് പോയിട്ട് എന്താ കാര്യം? ദൈവാനുഗ്രഹമുള്ള ഒരു ജീവിതമാണ് ഇതിനേക്കാളൊക്കെ പ്രധാനം. അതിന് താഴെ ഇതൊക്കെ നിൽക്കത്തുള്ളൂ. ദൈവാനുഗ്രഹമുള്ള ഒരു ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്നവനെ ദൈവം കണ്ടില്ലെന്ന് നടിക്കില്ല, അതാരായാലും. ആമേൻ. പ്രാർത്ഥിക്കുന്ന ആരായിക്കൊള്ളട്ടെ, ദൈവം അവനെ കാണും, ദൈവം അവനെ ശ്രദ്ധിക്കും. മാത്രമല്ല എല്ലാവരുടെയും മുമ്പിൽ മാനിക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊരു നല്ല കാര്യമല്ലേ? നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, പ്രാർത്ഥിക്കുന്നവനെ എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവന്ന് മാനിച്ചു. ആമേൻ. നിങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് നാളെ ഒരു സമയത്ത് നിങ്ങളുടെ മക്കളിലൂടെ ഒരു നല്ല അനുഗ്രഹം വരുവാണെന്നിരിക്കട്ടെ. എല്ലാവരുടെയും ഈ 1500 1400 വീട്ടുകാരുടെ ഇടവേളെ ജനങ്ങളെല്ലാവരും കാണുന്ന വിധത്തിൽ, ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്ന കാണുന്ന വിധത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരാളെ ദൈവം അവരുടെ തലമുറയെ മുന്നിൽ കൊണ്ടുവരും. ആമേൻ. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നെന്നിരിക്കും, പക്ഷെ ദൈവം അതിൻ്റെ അവസാനം മുന്നിൽ കൊണ്ടുവരും. ആമേൻ. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കേവലം ഒരു പാട്ടുപാടി ധ്യാനം കഴിഞ്ഞു, ഒരു അനുഭവം ഉണ്ടായി, കൊള്ളായിരുന്നു അല്ല കൊള്ളത്തില്ലായിരുന്നു, ഇത് നിങ്ങൾ കേട്ടതാണ്, അഭിപ്രായം പറഞ്ഞു പോകേണ്ടതല്ല. ശരിക്കും വീട്ടിൽ പോയി ചിന്തിക്കേണ്ട ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ മക്കൾ എല്ലാ സ്ഥലത്തും വളർന്നു വരണം, എല്ലാ സ്ഥലത്തും വളർന്നു വരണം. നിങ്ങൾക്ക് 2 മക്കളുണ്ട്, 3 മക്കളുണ്ടെങ്കിൽ അതിലൊരാൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരും ആത്മീയമായും ഭൗതികമായും എല്ലാം വളർന്നു വരുന്ന നിങ്ങളെന്ന് വിശ്വാസത്തിൽ കണ്ടേ. എല്ലാവരും വൈദികരാകണം, സിസ്റ്ററാകണമെന്നൊന്നും ഞാൻ പറയില്ല. അതൊന്നും അല്ല മെയിൻ പ്രധാനപ്പെട്ട ആവശ്യം. അത് ദൈവത്തിൻ്റെ വിളിയുള്ളവരാകും, അവരെ ദൈവം കൊണ്ടുകൊള്ളും. പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരാൾ ദൈവത്തെ ഉയർത്തുന്ന ഒരു മകനുണ്ടായിരിക്കണം, ഒരു മകളുണ്ടായിരിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരാൾ ഒരു ഗവൺമെൻറ് ജോലിയിലുണ്ടായിരിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരാൾ സംസ്ഥാനത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിയമനിർമ്മാണത്തിലും എല്ലാം കയറി നിങ്ങളുടെ മക്കളിൽ ഒരാൾ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിന് നന്മയാണ്. നമ്മളിലൂടെ നമ്മുടെ ദൈവം മഹത്വപ്പെടുന്നത് അങ്ങനെയാണ്. നമ്മളെല്ലാവരുടെയും പുറകിലാകുമ്പോഴല്ല നമ്മുടെ ദൈവം മഹത്വപ്പെടുന്നത്, നമ്മളെല്ലാവരുടെയും മുമ്പിലെത്തുമ്പോഴാണ് നമ്മുടെ ദൈവവും മഹത്വപ്പെടുന്നത്. ആമേൻ. നമ്മുടെ ദൈവം മഹത്വപ്പെടാൻ നമ്മളെല്ലാ കാര്യത്തിലും വരണം. പഠിക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങളെ ഏറ്റവും ടോപ്പിലെത്തിക്കാൻ അവരുടെ മനസ്സിൽ പറഞ്ഞു കൊടുക്കണം, മോനെ നിനക്ക് ദൈവം ഇന്നതുപോലെ ഒരു കഴിവ് തന്നിട്ടുണ്ട്, നീ ഭാവിയിൽ ഇനിയൊരു നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനാകും, നല്ലൊരു കളക്ടറാകും, നല്ലൊരു വക്കീലാകും, നല്ലൊരു ഡോക്ടറാകും, നിനക്കതിനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുത്തും ദൈവത്തോട് ചേർത്ത് നിർത്തിയും അവനെ പൊക്കിയ അവസ്ഥയിലെത്തുമ്പം അവനിലൂടെ നമ്മുടെ ദൈവം മഹത്വപ്പെടും. അത് നമ്മുടെ സമൂഹത്തിന് നാളെ ഒരു സമയത്ത് മുതൽക്കൂട്ടായി മാറും. ആമേൻ. ഹല്ലേലൂയ. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കേവലം പ്രാർത്ഥിച്ച് കടന്നു പോകരുത്. നിങ്ങളുടെ വീട്ടിൽ 3 മക്കളുണ്ടെങ്കിൽ 3 മക്കൾക്ക് 3 സ്വഭാവവും 3 കഴിവുമായിരിക്കും. അത് മാതാപിതാക്കളെ നിങ്ങൾക്ക് അറിയാവുന്ന ഏത് കഴിവാണ് അവർക്കുള്ളതെന്ന് അത് വച്ച് നിങ്ങൾ ഫോർമേഷൻ കൊടുക്കണം. അത് വച്ച് അവരെ പ്രോത്സാഹിപ്പിക്കണം. മാത്രമല്ല അവരെ ദൈവത്തെ കൊടുത്ത് അതിലേക്ക് ഫോക്കസ് ചെയ്ത് അവിടെ കൊണ്ടുവരാൻ കഴിയുമ്പം നിങ്ങൾ ഓർത്തു നോക്കിക്കേ, നമുക്കൊരാൾ ഒരു നല്ല സ്ഥാനത്തുണ്ടെങ്കിൽ അത് നമ്മുടെ എല്ലാവർക്കും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഒരു വഴി കൂടിയത്. ആമേൻ. ഉറപ്പായിട്ടും നമുക്ക് കുറേ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും ഒരു കാര്യത്തിനും ഒരു വോയിസ് പോലും ഇല്ല, ഒരു സ്ഥലത്തും നമ്മുടെ ആൾക്കാരില്ല. ഉള്ളവരൊക്കെ റിട്ടയർഡ് ആകാറായി. നമ്മുടെ ജീവിതം എല്ലാം ശരിക്കും ഒന്നും കൂടെ ക്രമീകരിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നല്ലൊരു സ്ഥാനത്ത് സൽസ്വഭാവികളായി എത്തിക്കണം. അത് ദൈവം നിങ്ങൾക്ക് തന്നെ. ഒരാൾ കള്ളു കുടിച്ച് വഴി കിടക്കുന്ന അവസ്ഥയിലോ ലഹരി ഉപയോഗിച്ച് വഴി കിടക്കുന്ന അവസ്ഥയിലോ ആകാത്ത വിധത്തിൽ ദൈവത്തിന് അത്രയും ദൈവത്തിന് കൊടുത്ത് കൊണ്ടുവരണം. പറ്റും. അങ്ങനെ കഴിഞ്ഞവര് എനിക്കറിയാം കുറേ പേരെ. അങ്ങനെ കഴിഞ്ഞവരെ അവർ പഠിക്കുന്ന കോളേജിൽ മുഴുവൻ കഞ്ചാവും എല്ലാം ഉണ്ടായിട്ടും അവരാ വഴിക്ക് വീണില്ല. കാരണം അവരുടെ മാതാപിതാക്കൾ അതുപോലെ നല്ലപോലെ ദൈവത്തിലാണ് വളർത്തിയേ. അവരാരുമായി ദൈവത്തെ അറിയാത്ത, ദൈവത്തെ മറന്ന് ആരുമായി സ്നേഹിക്കാനും പ്രേമിക്കാനും പോയില്ല. സ്നേഹവും പ്രേമത്തിനെതിരല്ല ഞാൻ, പക്ഷേ ദൈവത്തെ മറന്നുള്ള സ്നേഹവും ദൈവത്തെ മറന്നുള്ള പ്രേമത്തിന് ഞാൻ എതിരാണ്.
സ്നേഹവും പ്രേമവും അതൊക്കെ ദൈവത്തിൻ്റെ ദാനമായിട്ടോ അനുഗ്രഹമായിട്ടോ സ്നേഹിക്കാനൊക്കെ തോന്നുമായിരിക്കാം. അതൊക്കെ വിവേകത്തോടെ ചിന്തിക്കുക. പക്ഷെ ദൈവത്തെ മറന്നുള്ള ഏത് സ്നേഹവും, ദൈവത്തെ മറന്നുള്ള ഏത് പ്രേമവും അത് തെറ്റാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശരിക്കും നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബം അഴിച്ചു പണിയണം. എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെടണം.